അച്ഛാ, റോമിലെ ഇപ്പോൾ സാന്തോം പാസ്റ്റൽ സെന്ററിന്റെ വികാരിയാണ് അല്ലേ? അതെ. ഓക്കെ. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഒരു വിയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ അച്ഛന് പറയാനുള്ളത്? നമുക്കറിയാവുന്ന പോലെ മിനിഞ്ഞാന്ന് രാവിലെ പാപ്പ തൻ്റെ 88-ാമത്തെ വയസ്സിൽ ലോകത്തോട് യാത്ര പറഞ്ഞു. പാപ്പയുടെ മരണവാർത്ത ലോകം മുഴുവനും, പ്രത്യേകിച്ച് ഇറ്റലിയിലും റോമിലുമുള്ള ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അത് അറിഞ്ഞ ഉടനെ തന്നെ ആളുകൾ പാപ്പയോടുള്ള വലിയ സ്നേഹപ്രകടനങ്ങൾ, അതല്ലെങ്കിൽ വളരെ ഒരു ദുഃഖത്തിന്റെ ഒരു വികാരം തിങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഈ ദിവസങ്ങളിൽ കൂടെ കാണാൻ കഴിഞ്ഞത്. ഇന്നലെ രാവിലെ പാപ്പയുടെ മൃതദേഹം സാന്താ മാർത്ത താമസിക്കുന്ന ഭവനത്തിന്റെ താഴെയുള്ള ചാപ്പലില് പൊതുദർശനത്തിന്, എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് അങ്ങനെ അന്തിമ ദർശനത്തിനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി. ഞാൻ ഇന്നലെ പാപ്പയെ കാണാനായിട്ട് അവിടെ പോയിരുന്നു. രാവിലെ വളരെ തിരക്ക് കുറവായിരുന്നെങ്കിൽ വൈകുന്നേരമായപ്പോഴേക്കും 1.5-2 മണിക്കൂർ മാത്രം നിന്നാൽ കാണത്തക്ക രീതിയിൽ ആളുകളുടെ ജനബാഹുല്യം വർദ്ധിച്ചു. ഇന്ന് രാവിലെ ഔദ്യോഗികമായിട്ട് പാപ്പയുടെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലുള്ള ചത്തുരത്തിലൂടെ കൊണ്ടുവന്ന് വത്തിക്കാൻ ബസിലിക്കകത്ത് പൊതുദർശനത്തിനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് തുടങ്ങി വൈകുന്നേരം 12 മണി വരെ ഇന്ന് പൊതുദർശനത്തിനുള്ള സമയമുണ്ട്. നാളെ രാവിലെ 7 മണിക്ക് ഇത് ആരംഭിക്കും. രാത്രി 12 മണി വരെ അത് തുടരും. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 7 മണിക്ക് അവസാനിക്കും. ശനിയാഴ്ച രാവിലെ 10 മണിക്കാണ് ഔദ്യോഗികമായിട്ടുള്ള മൃത സംസ്കാര ശുശ്രൂഷ. അതിന്റെ വിവരങ്ങൾ ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ഒരു വിശ്വാസ സമൂഹത്തിന്റെ തിരക്ക് ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാം. പ്രത്യേകിച്ച് വത്തിക്കാന്റെ പരിസരം മുഴുവൻ ജനനിബിഡമാണ്. തീർച്ചയായിട്ടും അച്ഛാ. അപ്പം അവിടെ ഇപ്പോൾ അച്ഛൻ സേവനം ചെയ്യുന്ന സാന്തോ ആ ഒരു പാസ്റ്റൽ സെന്റർ, അത് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? 2019 കേരളത്തിലുള്ള മെത്രാന്മാരും സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന മെത്രാന്മാരും ആദ്യ ലീമന സന്ദർശനത്തിനായിട്ട് റോമിലെത്തി. പരിശുദ്ധ പിതാവിനെ 5 വർഷത്തിലൊരിക്കൽ കാണുന്ന ഒരു അപ്പസ്റ്റോലിക സന്ദർശനമാണ് ആദ്യ ലീമന വിസിറ്റ്. പാപ്പയെ മെത്രാന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ യൂറോപ്പിന്റെ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവ് പാപ്പയോട് പറഞ്ഞു, ഞങ്ങൾക്കൂടെ 5000-ഓളം വരുന്ന വിശ്വാസ സമൂഹം റോമിലുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പള്ളിയില്ല. ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഓടി നടന്നാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പള്ളി കിട്ടിയാൽ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പാപ്പ പിതാവിനോട് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം ഒരു കടലാസിൽ എഴുതി എനിക്ക് തരാൻ പറഞ്ഞു. അപ്പം പിതാവിന്റെ കയ്യിൽ കടലാസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പറഞ്ഞു, ഏറ്റവും അടുത്ത ദിവസം അത് ഇന്ന് കർദിനാളിനെ അത് ഏൽപ്പിച്ച് എന്റെ മേശപ്പുറത്ത് വെക്കാൻ പറയണം. അങ്ങനെ പാപ്പയോട് നമ്മൾ ആവശ്യപ്പെട്ട ആ ഒരു കാര്യം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാപ്പ നിറവേറ്റിയതിന്റെ ആദ്യത്തെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ റോമിലെത്തിയത്. 2020 ജൂലൈ മാസത്തിൽ പരിശുദ്ധ പിതാവ് റോമിലെ ചരിത്ര പ്രസിദ്ധമായ സാന്ത അനസ്താസിയ ബസിലിക്ക സീറോ മലബാർ സഭയുടെ ഉപയോഗത്തിനായിട്ട് തന്നു. ആ ബസിലിക്കയിലാണ് ഞാനിപ്പോൾ സേവനം ചെയ്യുന്നത്. റോമിലുള്ള സീറോ മലബാർ വിശ്വാസ സമൂഹത്തിന് മുഴുവൻ വേണ്ടി തന്നിരിക്കുന്ന ബസിലിക്കയാണിത്. ചരിത്ര പ്രസിദ്ധമായ 4-ാം നൂറ്റാണ്ടിലെ ബസിലിക്ക. ഒരു പക്ഷേ റോമിൽ തന്നെ ആദ്യം പണിതീർത്ത പള്ളികളിൽ ഒന്ന്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പണിതീർത്ത പള്ളിയാണ് ഈ അനസ്താസിയ ബസിലിക്ക. ഈ 4-ാം നൂറ്റാണ്ടിലെ പള്ളി ഇന്നും അതുപോലെ തന്നെ ഈ ബസിലിക്കയുടെ താഴെ അതിന്റെ ചുമരുകളെല്ലാം അത് തന്നെ
നിലനിർത്തിക്കൊണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സൂക്ഷിക്കുന്ന പള്ളിയാണിത്. ഈ പള്ളി സത്യം പറഞ്ഞാൽ നമുക്കൊരു പള്ളി തന്നു എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട റോമിലെ പള്ളിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജെറോം എന്ന് പറയുന്ന വിശുദ്ധ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഉടുപ്പും മാതാവിന്റെ ശിരോവസ്ത്രവും തിരുശേഷിപ്പായി സൂക്ഷിക്കുന്ന പള്ളിയാണ് ഈ അനസ്താസിയ ബസിലിക്ക. ആ പള്ളിയിലാണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഏകദേശം 5000-ഓളം വരുന്ന സീറോ മലബാർ വിശ്വാസികൾ റോമിന്റെ ഈ ചുറ്റുപാടായിട്ട് താമസിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വിശ്വാസികൾക്ക് വേണ്ടി കുർബാന ചൊല്ലുന്നു. ഈ ബസിലിക്ക പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രത്തോളം സീറോ മലബാർ സഭയെ സ്നേഹിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. കാരണം റോമിലെ അത്ര പ്രധാനപ്പെട്ട ഒരു ബസിലിക്ക അത് ഈ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ മാർപ്പാപ്പ നൽകി എന്ന് തന്നെ നമുക്ക് വളരെയധികം മാർപ്പാപ്പ സീറോ മലബാർ കമ്മ്യൂണിറ്റിയെ നമ്മളെയൊക്കെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. ആ മാർപ്പാപ്പയുടെ വിയോഗം എല്ലാ വിശ്വാസികളെ പോലെ തന്നെ പ്രത്യേകിച്ച് സീറോ മലബാർ കമ്മ്യൂണിറ്റിക്കും ആ ഒരു സഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും വളരെയധികം ദുഃഖം ഉണ്ടാക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അത് അടിവരയിട്ട് തന്നെ ഞാൻ പറയുകയാണ്. സീറോ മലബാർ സഭ ഇന്ന് ലത്തീൻ സഭ കഴിഞ്ഞാൽ എണ്ണത്തിൽ ഏറ്റവും അധികം അംഗങ്ങളുള്ള പൗരസ്ത്യ സഭയാണ്. ആ സഭയുടെ പ്രാധാന്യം പാപ്പയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മളോടുള്ള വലിയ സ്നേഹമാണ് ഈ ഒരു ബസിലിക്ക നമ്മളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങള് പിന്നീട് സഭാ തലവൻ കഴിഞ്ഞ വർഷം മേജർ ആർച്ച് ബിഷപ്പ് വന്ന് പരിശുദ്ധ പിതാവിനെ കണ്ടപ്പോഴും ഈ അനസ്താസിയ ബസിലിക്കയെ കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയ്ക്കും സീറോ മലബാർ സഭയെ പരിശുദ്ധ പിതാവ് അടുത്തറിഞ്ഞിട്ടുണ്ട്. നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. ഈ ഒരു കാര്യം മാത്രം മതി നമ്മുടെ സഭയ്ക്ക് പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹവും അടുപ്പവും തിരിച്ചറിയാൻ. അത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വിശ്വസിക്കുകയാണ്. പേഴ്സണലായിട്ട് മാർപ്പാപ്പയുമായുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നേരിട്ട് കണ്ടതിൻ്റെ ഒക്കെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഞാൻ പല പ്രാവശ്യം പാപ്പയെ കണ്ടിട്ടുണ്ട്. 2019 ഒരു സന്ദർശനത്തിന് വേണ്ടി റോമിൽ ഞാൻ എത്തിയ സന്ദർഭത്തില് ഞാൻ ആദ്യമായിട്ട് പാപ്പയെ അന്ന് ഒരു പബ്ലിക് ഓഡിയൻസിന്റെ മധ്യത്തിലൂടെ പാപ്പ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വളരെ അടുത്ത് അങ്ങനെ കാണാനായിട്ട് ഭാഗ്യം കിട്ടി. 2020 ഞാൻ ഈ സീറോ മലബാർ വിശ്വാസികളുടെ ചാപ്പളനായും ഈ ബസിലിക്കയുടെ റെക്ടറായും റോമിലെത്തി. അതിനുശേഷം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 2 പ്രാവശ്യം പ്രൈവറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 100 പേരടങ്ങുന്ന ഗ്രൂപ്പിന് ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ പാപ്പയുടെ കൂടെ 2 പ്രാവശ്യം പേഴ്സണൽ ഓഡിയൻസിന് എനിക്ക് അങ്ങനെ അവസരം ഉണ്ടായിട്ടുണ്ട്. 2 പ്രാവശ്യം കണ്ടപ്പോൾ രണ്ടാമത് കണ്ടത് കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ്. ആദ്യത്തേത് 2021 2021 പാപ്പ കുറേ കൂടെ ആരോഗ്യവാനായിരുന്നു, ഊർജ്ജസ്വലനായിരുന്നു. വളരെ സുസ്മേരവദനായിട്ടാണ് പാപ്പ ഈ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഓഡിയൻസിന്റെ സമയത്ത് പാപ്പയുടെ ഒരു പ്രകൃതം എഴുതിക്കൊണ്ടുവന്ന കടലാസ് കയ്യിൽ പിടിച്ച് അതിൻ്റെ അപ്പുറത്ത് തമാശകൾ കൂട്ടിച്ചേർത്ത് നമ്മളോട് സംവാദിക്കുന്ന പാപ്പയെയാണ് 2 പ്രാവശ്യം എനിക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ വരുന്ന ആളുകൾക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം നമ്മള് സ്വപ്നം കാണുന്ന പാപ്പ നമ്മുടെ അടുത്ത് നമുക്ക് ചിന്തിക്കുന്നതിനേക്കാളും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ വ്യക്തിപരമായിട്ടുള്ള അടുപ്പത്തോടു കൂടെയാണ് പാപ്പ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മോട് പെരുമാറുക. നേരം വൈകുന്നതിനെ കുറിച്ചൊന്നും ഒരിക്കലും ഒരു പരാതിയില്ല. പാപ്പ വന്നിരിക്കുന്ന എല്ലാവരെയും വ്യക്തിപരമായിട്ട് അടുത്ത് ചെന്ന് കൈപിടിച്ച് പാപ്പയെ നമ്മുടെ സൗഹൃദം പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരം തരും. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള അവസരം കൊടുക്കും. ഒരാളെ പോലും പാപ്പ അതിനകത്ത് മാറ്റി നിർത്തുകയില്ല. ഞങ്ങൾ പോയ 2 പ്രാവശ്യവും എല്ലാവർക്കും പാപ്പയുടെ കൈ പിടിച്ച് അങ്ങനെ ഒരു സ്നേഹം പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി. പങ്കെടുത്തവർക്കൊക്കെ ഒരു ദൈവത്തെ കണ്ട ഒരു അനുഭവമായിരുന്നു പാപ്പയെ കണ്ടത്. പറയുമ്പോൾ മാർപ്പാപ്പയുടെ ആ ഒരു സ്നേഹം, ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോ വ്യക്തികളെയും
അതൊരു കുഞ്ഞു കൊച്ചാണെങ്കിൽ പോലും അവരെല്ലാം ഒരുപാട് വില നൽകി സ്നേഹിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ എന്താ പറയുക തെളിവാണ് ഇന്ന് പലരും പറയുന്ന അവരുടെ അനുഭവങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഓരോരുത്തരെയും പ്രത്യേകമായി തന്നെ സ്നേഹിച്ചിരുന്നു. ഇന്ന് ഇപ്പം ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അതെല്ലാം നമ്മളുമായി ഒരു പേഴ്സണൽ ടച്ച് എന്ന രീതിയിലാണ് ഞങ്ങൾക്കൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സാന്ത അനസ്താസിയ എന്ന് പറയുന്ന ആ ഒരു ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് തന്നതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ചിട്ടുണ്ടോ? വന്നിട്ടില്ല. തീർച്ചയായും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ റോമിലെ സീറോ മലബാർ സഭയ്ക്ക് പാപ്പ തന്ന ഈ ബസിലിക്കയിലേക്ക് പാപ്പയെ ക്ഷണിക്കാനും, പാപ്പ ആരോഗ്യവാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചേനെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് റോമിന്റെ ഹൃദയഭാഗത്തുള്ള പള്ളിയാണ്. ചരിത്ര പ്രസിദ്ധമായ കൊളോസിയം എൻ്റെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ ദൂരത്തിലാണ്. റോമൻ ഫോറം എന്ന് പറഞ്ഞാൽ റോം എന്ന് പറയുന്ന ചരിത്ര പ്രധാനമായ സാമ്രാജ്യത്തിന്റെ ഒരു കേന്ദ്രം, അത് ഈ പള്ളിയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയായിരുന്നു. പാപ്പ തീർച്ചയായിട്ടും ആരോഗ്യവാനായിരുന്നെങ്കിൽ അധികം താമസിയാതെ തന്നെ അങ്ങനെ ഒരു സന്ദർശനം നമ്മുടെ ബസിലിക്കയിൽ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് പാപ്പയുടെ ഒരു സ്വഭാവ ശൈലി വെച്ച് ഞാൻ ഓർത്തെടുക്കുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ സഭയ്ക്ക് നൽകിയ വലിയൊരു സമ്മാനമാണ്. അതായത് ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായ റോമിൽ, ആ വത്തിക്കാനിൽ റോമിൽ ഹൃദയഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ദേവാലയം സീറോ മലബാർ സഭയ്ക്ക് നൽകുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം 24ഓളം ക്രൈസ്തവ സഭ ചേർന്ന ഒരു കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം പ്രാധാന്യം സീറോ മലബാർ സഭയ്ക്ക് വിശ്വാസികൾക്ക് നൽകുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ അത്രമാത്രം വിശ്വാസ തീക്ഷ്ണത ഈ സീറോ മലബാർ കമ്മ്യൂണിറ്റിക്ക് ഉണ്ട്. അത്രമാത്രം വൈദികരും സന്യസ്തരും എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. തീർച്ചയായും പ്രേക്ഷിതരെ അത്രമാത്രം സ്നേഹിക്കുന്ന, മിഷൻ പ്രവർത്തനങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അച്ഛൻ്റെ ഇടവകയിലുള്ള നമ്മുടെ സീറോ മലബാർ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് മലയാളികളാണ്, 5000ഓളം പേര് ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ? ഞാനൊരു മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെ പള്ളിയിലുള്ള മിക്കവാറും ആളുകളെല്ലാം പാപ്പയെ വളരെ അടുത്ത് കാണാനായിട്ട് അവസരം ഉണ്ടായിട്ടുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അവസരങ്ങൾ ഈ റോമിൽ ഉണ്ടാകുമ്പോൾ അവര് മലയാളികളെ പ്രത്യേകിച്ച് പാപ്പ നടത്തുന്ന പ്രധാനപ്പെട്ട കുർബാനകളിൽ ഒന്നുകിൽ കാഴ്ച സമർപ്പണത്തിന്, അതല്ലെങ്കിൽ കാറൂസൂസ പ്രാർത്ഥന ചൊല്ലാൻ, അങ്ങനെ തുടങ്ങിയ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ അറിയിക്കും. നമ്മുടെ ആളുകൾ പല പ്രാവശ്യം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സംബന്ധിക്കാനും പാപ്പയുടെ അടുത്ത് ചെന്ന് ആശീർവാദം സ്വീകരിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ പോലും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വെഡിങ്ങിന്റെ സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒക്കെ പേരുകളിൽ നമ്മൾ എഴുതിയിട്ടാൽ അനുവാദം കിട്ടും. അങ്ങനെ പാപ്പയുടെ അടുത്ത് ചെന്ന് പാപ്പയെ കാണാനുള്ള അവസരം ഉണ്ടാകും. ഈ പാപ്പ പുതിയതായിട്ട് തുടങ്ങിയ ഒരു കാര്യം, പുതിയതായിട്ട് വിവാഹിതരാകുന്ന ആളുകൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ തന്നെ പാപ്പ നൽകുന്ന ബുധനാഴ്ചയിലെ ഓഡിയൻസിന് ചെന്ന് പാപ്പയുടെ അടുത്തിരിക്കാനായിട്ടൊരു അവസരം പാപ്പ ഓഫർ ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ വസ്ത്രം ധരിച്ച് ചെന്നാൽ ബുധനാഴ്ച നടക്കുന്ന പബ്ലിക് ഓഡിയൻസിൽ പാപ്പയുടെ അടുത്തിരിക്കാം. ഈ ഓഡിയൻസ് കഴിഞ്ഞാൽ പാപ്പ വീൽ ചെയറിൽ അവരുടെ അടുത്തെത്തി അവരുടെ കൂടെ ഫോട്ടോ എടുക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറേ അധികം ആളുകൾ പല അവസരങ്ങളിൽ ഒക്കെ ഈ പാപ്പയെ അടുത്ത് കണ്ടിട്ടുള്ളതാണ്. പാപ്പയോടുള്ള സ്നേഹം, പാപ്പയോടുള്ള അടുപ്പം ഈ റോമിലുള്ള ഈ മലയാളി കമ്മ്യൂണിറ്റിക്ക് വളരെ കൂടുതലാണ്. കാരണം ഞങ്ങൾ അങ്ങനെ അടുത്ത് കണ്ടിട്ടുള്ള പാപ്പയാണിത്. പിന്നെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്ന് കണ്ടാൽ, നമ്മൾ പാപ്പയുടെ അടുത്തെത്തിയാൽ ഒരിക്കലും മറക്കില്ല. കാരണം ഒരു വ്യക്തിത്വത്തിന് നമ്മളെ ആകർഷിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് പാപ്പയ്ക്കുണ്ട്. അതാണ് ഈ ലോകം മുഴുവനുള്ള ആളുകൾ ഈ പാപ്പയെ എത്രയധികം സ്നേഹിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകം മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ക്രൈസ്തവ സമൂഹം മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളും
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖത്തിലാണെന്നതാണ്. കാരണം അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരുപോലെ കൊണ്ടുപോകാൻ മാർപ്പാപ്പ ശ്രമിച്ചിരുന്നു, ചെറിയവനോ വലിയവനോ എന്നൊന്നുമില്ലാതെ. എന്തായാലും ഇത്ര നേരം അച്ഛൻ ഞങ്ങളുമായി പ്രതികരിച്ചു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കാണാൻ അച്ഛൻ പോയിരുന്നോ? അതിന് എപ്പോഴാണ് പോകുന്നത്? ഞാൻ 2 പ്രാവശ്യം ഇന്നലെ കണ്ടു. ഇന്നലെ 2 പ്രാവശ്യം ആദ്യം ചെന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സാന്താ മാർത്തയിലെ ചെറിയ ചാപ്പലിലിരുന്ന പരിശുദ്ധ പിതാവിന്റെ മൃതദേഹം ഇന്നലെ രാവിലെ ഒരു 10:30 ഞാൻ കണ്ടു. വൈകിട്ട് 5 മണിക്ക് വീണ്ടും അഭിമന്യ സ്റ്റീഫൻ പിതാവിന്റെ കൂടെ, അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ പിതാവിന്റെ കൂടെ വീണ്ടും ഒന്നുകൂടെ കാണാനായിട്ട് പോയി. ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നത് പാപ്പ ഒരു വിശുദ്ധനാണെന്നാണ്. കാരണം ദൈവത്വം അത് മനുഷ്യത്വത്തോട് ചേർന്നിരിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം മാനുഷികതയിലാണല്ലോ ദൈവം നമ്മൾ അടുത്ത് തിരിച്ചറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ച, മനുഷ്യരോട് ഇത്രമാത്രം അടുപ്പം കാണിച്ച പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു വിശുദ്ധനാണെന്ന് ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നലെ ചെന്ന് പ്രാർത്ഥിച്ചത് ഒരു വിശുദ്ധന്റെ അടുത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടെയാണ് ഞാൻ ഇന്നലെ അവിടെ ചെന്നിരുന്ന് പാപ്പയോട് പ്രാർത്ഥിച്ചു, പാപ്പയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു ദൈവം നൽകിയ ഒരു ഭാഗ്യമായിട്ട് ഈ ഒരു അവസരത്തെ പാപ്പയുടെ വിശുദ്ധമായിട്ടുള്ള ഒരു അന്ത്യനിമിഷത്തിൽ ഇങ്ങനെ ഒരു ദേഹവിയോഗത്തിൽ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായിട്ട് കരുതുന്നു. തീർച്ചയായിട്ടും വെച്ചാൽ അത് ഒപ്പം എല്ലാവർക്കും തന്നെ, സീറോ മലബാർ കമ്മ്യൂണിറ്റിക്കും എല്ലാം തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മാവ് തന്നെയാണ്. അദ്ദേഹം സ്വർഗത്തിലിരുന്ന് ഇനി നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും എന്നുള്ളതും തീർച്ചയാണ്. എന്തായാലും വെച്ചാൽ ഇത്ര നേരം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള അടുത്തറിഞ്ഞുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഗുഡ്നസ് TV പ്രേക്ഷകരുമായി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.